പ്രിയപ്പെട്ടവരെ, ഡിവൈൻ ധ്യാനകേന്ദ്രം കർത്താവ് തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച അനുഗ്രഹത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ, വചനത്തിന് നിറവ് അനുഭവിക്കുന്ന പരിശുദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ്. പരിശുദ്ധ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുവചനം, വിശ്വസിച്ചാൽ നിങ്ങൾ അത്ഭുതം ദർശിക്കും. വിശ്വസിച്ചാൽ നീ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ദർശിക്കും, അത്ഭുതം കാണും, അനുഗ്രഹം സ്വീകരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരാഴ്ചക്കാലം ഇവിടെ ആയിരുന്ന വചനം ശ്രവിച്ച് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും വചനത്തിൻ്റെ നിറവും ആത്മീയ സന്തോഷവും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ വലിയൊരു ഇടപെടലിനെ നമ്മൾ അനുഭവിച്ചറിയുകയായിരുന്നു. ഇതിനെ എല്ലാം ഓർത്ത് കർത്താവിന് നന്ദി പറയാം. ആശ്വാസത്തിൻ്റെ ഭവനത്തിൽ, സാന്ത്വനത്തിൻ്റെ ഭവനത്തിൽ, വചനം നിറയ്ക്കുന്ന ഈ ഭവനത്തിൽ കർത്താവിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കാം. ആത്മീയ വരങ്ങളാൽ നിറയപ്പെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് എല്ലാവരെയും ഈ ഡിവൈൻ ശുശ്രൂഷകളിലേക്ക് എല്ലാ ആഴ്ചയും നടക്കുന്ന ഈ ധ്യാനത്തിലേക്ക്, പ്രത്യേകിച്ച് ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച രാവിലെ വരെ നടക്കുന്ന ധ്യാന ശുശ്രൂഷകളിലേക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായി, അത്ഭുതങ്ങൾ കാണുവാനായി, വചനം നിറയുവാനായി, ദൈവസ്നേഹത്തിൽ വളരുവാനായി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോ എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ച നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കർത്താവിന് നന്ദി പറയാം, കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെങ്ങനെയാ നമ്മുടെയൊക്കെ മുഖം പ്രകാശിച്ചത്? ഞായറാഴ്ച ഇവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ഇത്രയും പ്രകാശം തോന്നിയില്ല. ഇപ്പൊ നിങ്ങളുടെ എല്ലാം മുഖം പ്രകാശിക്കുകയാണ്. ഹല്ലേലൂയ. അതെങ്ങനെയാണ് മുഖം പ്രകാശിച്ചത്? വചനം പറയുന്നു, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. ഹല്ലേലൂയ. അത് വചനം നമ്മോട് പറയുകയാണ്, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. അവനെ ആരൊക്കെ നോക്കുന്നുവോ അവരുടെ എല്ലാം ജീവിതം പ്രകാശിക്കുകയാണ്. ജീവിതം പ്രകാശിക്കുമ്പോൾ ആ പ്രകാശം മുഖത്തേക്ക് വരുന്നു. നമ്മൾ വീണ്ടും മനസ്സിലാക്കിയ സ്നേഹമുള്ളവരെ, ഈ ധ്യാനം എന്ന് പറയുന്നത് യേശുവിന്റെ മനസ്സിനോട് ചേർന്നിരിപ്പാണ്. അതാണ് വചനം പറയുന്നത്, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നമ്മെക്കുറിച്ചുള്ള ഒരു നല്ല പദ്ധതി ദൈവത്തിന്റെ മനസ്സിലുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ധ്യാനത്തിലൂടെ നാം ആ യേശുവിന്റെ മനസ്സിനോട് ചേർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ യേശുവിന്റെ മനസ്സിനോട് ചേർന്നിരുന്ന് നമ്മുടെ മുഖമൊക്കെ പ്രകാശിക്കുന്നു, നമ്മുടെ ജീവിതം പ്രകാശിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എല്ലാവരും പ്രകാശിതരായി. പ്രിയപ്പെട്ടവരെ, പക്ഷിയായാലും മൃഗമായാലും മനുഷ്യനായാലും നമുക്ക് വേദനയും പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മൾ കരയും. അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. നമ്മുടെ ആ ദുഃഖമൊക്കെ നമ്മൾ കരഞ്ഞ കളയുക. എന്നാൽ മനുഷ്യൻ പലപ്പോഴും കരയുക. കരയുന്ന കാര്യത്തിൽ കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന സ്ത്രീകളാണെങ്കിലും അവർ മുഴുവനായിട്ട് കരഞ്ഞു കളയാറില്ല. ഹല്ലേലൂയ. ഒരിക്കലൊരു അധ്യാപകൻ ഒരു കുട്ടിയെ വഴക്ക് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര പ്രയാസം ഉണ്ടായി. പക്ഷെ അവൻ കരഞ്ഞില്ല. അവൻ്റെ ഉള്ളിൽ പറഞ്ഞു, ഈ കൊല്ലം തോറ്റുപോയാലും തിരക്കല്ല, ഇയാളെ ഞാൻ മര്യാദ പിടിപ്പിക്കുമെന്ന്. അവനത് വൈരാഗ്യമാക്കി മാറ്റി. കരഞ്ഞു കളയാതെ അത് വൈരാഗ്യമാക്കി മാറ്റി. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പം ആ വൈരാഗ്യമൊക്കെ അവൻ കൈവിട്ടു. പക്ഷെ അപ്പോഴും അവൻ്റെ ഉള്ളിലെ ആ കരഞ്ഞു കളയാത്ത കണ്ണുനീര് അവിടെ കിടപ്പുണ്ട്. ഇതുപോലെ നമ്മുടെ ദേഷ്യത്തിൻ്റെയും ഭയത്തിൻ്റെയും നിരാശയുടെയും ആകുലതയുടെയും ഒക്കെ പിന്നില് കരഞ്ഞു കളയാത്ത കണ്ണുനീര് കിടപ്പുണ്ട്. അത് പുറത്തെടുക്കാൻ ഈശോയ്ക്ക് മാത്രമേ കഴിയൂ.
അതുകൊണ്ടാണ് പലപ്പോഴും വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ഒത്തിരി പേരുടെ ഉള്ളിൽ എത്രയോ നാളുകളായി അങ്ങനെ കരഞ്ഞു പോകാത്ത കണ്ണുനീര് പയ്യെ ഒഴുകിപ്പോകാൻ തുടങ്ങും. അങ്ങനെ അവിടെ നമ്മളെ ഫ്രീ ആക്കും. കാരണം ഏറ്റവും വലിയ സ്നേഹത്തിന് മുമ്പിലാണ് നമുക്ക് എപ്പോഴും ഫ്രീ ആകാനും കരയാനും സാധിക്കുക. ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ കരയുന്ന ആരുടെ മുമ്പിലായിരിക്കും? തന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന സാന്നിധ്യത്തിന് മുമ്പിലാണ്. ഈശോയോളം വലിയ സാന്നിധ്യം വേറെ എവിടെയാണ് ഉള്ളത്? വിശുദ്ധ ബൈബിളിൽ കാണുന്ന ഒരു കാര്യമാണ്, രോഗസൗഖ്യത്തിന് കർത്താവ് ഒരു വിശ്വാസം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കർത്താവ് ആവശ്യപ്പെടുന്ന വിശ്വാസം കർത്താവിനെ സുഖപ്പെടുത്തി എന്നുള്ള വിശ്വാസം, കർത്താവിനെ തൊട്ടു എന്നുള്ള വിശ്വാസം. കാരണം യേശു അനേക രോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ ഈശോ പറഞ്ഞത് എന്താ? പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ എന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ നീ വിശ്വസിച്ചതുപോലെ എന്നാണ് പറയുന്നത്. അപ്പോൾ രോഗസൗഖ്യത്തിന് ആവശ്യമായ ഒന്നാണ് വിശ്വാസം എന്നുള്ളത്. സഹോദരങ്ങളെ, ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ എന്നെ സുഖപ്പെടുത്താൻ കഴിവുള്ളവൻ ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു, ആ കർത്താവിനെ തൊടും എന്ന വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിരമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനടുത്തുള്ള കോട്ടയ്ക്കോറം എന്ന് പറയുന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ഫിലിപ്പ് വർഗീസ് എന്നാണ്. ഞാൻ ഇവിടെ ഇതിന് മുൻപ് ആരംഭകാലം മുതൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ലോകത്തിൽ ഒരു സ്ഥലത്തും ഇതുപോലൊരു ധ്യാനമന്ദിരമില്ല എന്ന് ഞാൻ ഉറക്കെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം എല്ലാ സൗകര്യങ്ങളോടും കൂടി എല്ലാ ശുശ്രൂഷകളും ഒന്നിന് മെച്ചമായിട്ടൊന്നിന് വളരെയേറെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടുന്ന ശുശ്രൂഷകളാണ് ഇവിടെ നടക്കുന്നത്. എത്ര ധ്യാനം കൂടിയാലും ഇവിടെ ഒരു മടുപ്പുണ്ടാകുകയില്ലാത്ത ഒരു സ്ഥലമാണിത്. എല്ലാവരും ഇവിടെ വന്ന് ധ്യാനം കൂടാനായിട്ടുള്ള അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പന്ത്രണ്ട് മണിക്ക് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുള്ള ആരാധനയാണ്. ആരാധനയുടെ സമയത്ത് തളർന്നു കിടന്ന 18 വർഷം തളർന്നു കിടന്ന എഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കും പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു തരുമ്പോൾ പറയാം. പ്രൈസ് ദി ലോർഡ്. ഒറ്റയ്ക്കും പറയാം, ഇത് ഭാഷാവരൊക്കെ പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പിലും പറയാം. എതിർപ്പുണ്ടെങ്കിൽ നമ്മൾ മൗനം ദീക്ഷിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്താണ് പറഞ്ഞ ഭാഷാവരം? ലംബി 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 പെടൽ ലംബി. മേജർ മിറക്കിൾസിന് വേണ്ടിയുള്ള ഒരു ഭാഷാവരമാണ്. ഹല്ലേലൂയ. നമ്മുടെ പോട്ട ശുശ്രൂഷ തുടങ്ങിയ ശേഷമുള്ള പോട്ട അവിടെ ധ്യാനമന്ദിരമുണ്ട്. ഇത് 2ാമത്തെ ധ്യാനമന്ദിരം. ബോംബെയിലുള്ള ധ്യാനമന്ദിരമുണ്ട്, താബോർ ധ്യാന കേന്ദ്രം. അവിടെ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ 4-5 പേര് ഒരു കാറിൽ വിമാനത്താവളത്തിലേക്ക് പോവാണ്. കേരളത്തിലേക്ക് പോരാൻ ഒരുക്കമായിട്ട് വിമാനത്താവളത്തിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ഞങ്ങൾ ജപമാലയും സ്തുതിപ്പൊക്കെ ചൊല്ലിയാ പോകുന്നെങ്കിലും വിമാനത്താവളത്തിൻ്റെ അടുത്തെത്താറായപ്പോൾ ഒരു പുതിയ ഭാഷാവരം കർത്താവ് പറഞ്ഞു തരുന്നതായിട്ട് അനുഭവപ്പെട്ടു. കർത്താവ് അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെ പറഞ്ഞു തന്നു: ഇത് മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനുള്ള ഭാഷാവരമാണ്. എങ്ങനെ മരിച്ചവര്? ദുഃഖവും നിരാശയും ആകുലതയും ഉത്കണ്ഠയും പരാതിയും കുറ്റമ്പതിയും ഇത് തന്നെ ആയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ജീവിതകാലം മുഴുവൻ പരാതി, ആവലാതി, പ്രാർത്ഥിക്കാനിരുന്നാൽ ഉറക്കം തൂങ്ങല്, എല്ലാ പരിപാടിയുണ്ട്. അങ്ങനെ ഉള്ളവരെ ഉയർപ്പിക്കാനുള്ള ഭാഷാവരമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും ഭാഷാവരം പറയണ്ട. നമുക്കറിയാവുന്നവര് ചെല്ലുമ്പോൾ ആ ശക്തി അന്തരീക്ഷത്തിലൂടെ എല്ലാവരിലേക്കും കടന്നു വരും. ഹല്ലേലൂയ. എൻ്റെ പേര് ഫ്രെഡി, ഇതെൻ്റെ വൈഫ് ഹെൻസി, പിന്നെ ഇതെൻ്റെ മോള്. ഞാൻ ലൈബ്രറിയിലാണ് വർക്ക് ചെയ്യണത്. എൻ്റെ സ്ഥലം വന്നിട്ട് ട്രിവാൻഡ്രം വിഴിഞ്ഞമാണ്.
ലാസ്റ്റ് 3 വർഷമായിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യാണ്. ഞാൻ വർഷം തോറും ഇവിടെ നാട്ടിൽ വരും. എൻ്റെ വൈഫ് പറയും നമുക്ക് ഇവിടെ ധ്യാനത്തിന് വരാം. ഇവള് ഇതിനു മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിലോട്ട് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഇവള് പറയും ഇവിടെ വന്നാൽ നമുക്ക് ഭയങ്കര സുഖം കിട്ടും. ഞാൻ പള്ളിയോ വിശ്വാസം എനിക്ക് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നു. ഇപ്പോൾ ഒരു 3-ാമത്തെ ദിവസമായി. ഇവിടെ വന്നപ്പം തന്നെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇതെല്ലാം ഇത്ര വർഷം ജീവിച്ചിരുന്നത് പലതരത്തിലുള്ള കുറ്റങ്ങളാണ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ കുമ്പസാരം ആയിരിക്കട്ടെ, ഇവിടുത്തെ കൗൺസിലിംഗ് ആയിരിക്കട്ടെ, ഇവിടുത്തെ ഓരോ ആരാധന ആയിരിക്കട്ടെ, ധ്യാനം ആയിരിക്കട്ടെ, എൻ്റെ മനസ്സിന് തന്നെ ഭയങ്കര ആശ്വാസം തരികയാണ്. നമുക്ക് ഇനിയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ചെയ്യാം എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് ഇവിടെ നിന്ന് തരികയാണ്. എൻ്റെ മോളായിരിക്കണം, എൻ്റെ മോൾ ആരുടെ സംസാരിക്കുകയോ വെറും കരച്ചിലോ അങ്ങനെയൊക്കെ ആയിരുന്നു. ആരുടെ പോകില്ല, തല കുനിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. ഇന്ന് നമ്മളിവിടുത്തെ ഒരു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ആ അച്ഛൻ പറഞ്ഞതെല്ലാം അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ മോൾക്ക് ഒരു മാറ്റം ഉണ്ടായി. നല്ലൊരു ധ്യാനമാണ്. വളരെ സന്തോഷമാണ് ഇവിടെ വന്നതിൽ. എൻ്റെ ജീവിതത്തെ മാറ്റിയിടണേ സ്നേഹനാഥ, ബലിയായ എൻ്റെ ജീവിതത്തെ മാറ്റണേ സ്നേഹനാഥ. ബലിവേദിയിൽ യാഗമായി തീർന്നിടാൻ യോഗമേകണേ ജീവനാഥ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6 തിരുവചനങ്ങൾ 50 മുതൽ. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇവിടെ ആയിരിക്കുന്നതിനെ ഓർത്ത് സന്തോഷിക്കാം. ഹല്ലേലൂയ. ആന കുത്തിയാലും ഇളകാത്ത വിശ്വാസമുണ്ട് എൻ്റെ ചങ്കിൽ എന്നോടൊപ്പം. ഒരു പാപത്തിനു മുമ്പേ അരുത് എന്ന് പറയുന്ന യേശു എൻ്റെ ഉള്ളിലുണ്ട്. ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ മടങ്ങുക എന്ന് പറയുന്ന യേശു എന്നോടുണ്ട്. ഒരു നിസ്സഹായനെ കാണുമ്പോൾ അവനെ സഹായിക്കാനുള്ള കാരുണ്യമായ യേശു എൻ്റെ ഉള്ളിലുണ്ട്. ഒരു അനീതി കാണുമ്പോൾ അതിനെ ചെറുക്കാനുള്ള നീതിബോധമായ യേശു എൻ്റെ ഉള്ളിലുണ്ട്. എല്ലാ നിരാശയ്ക്കും മേതെ വീണ്ടും ജീവിക്കാനുള്ള നിത്യജീവൻ തരുന്ന യേശു എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഡിവൈനിലുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പേര് സെബി. ഞങ്ങൾ വരുന്നത് ഇവിടെ ചാലക്കുടിക്കടുത്ത് വെള്ളാഞ്ചിറ എന്ന് പറയുന്നൊരു സ്ഥലത്തു നിന്നാണ്. ഞാനിവിടെ പനക്കലച്ഛനെ ഒരു കാര്യത്തിന് ഒരു ജീവിത പ്രശ്നമായിട്ട് കാണാൻ ചെന്ന സമയത്താണ് അച്ഛൻ എന്നോട് പറഞ്ഞത് ഫാമിലി ആയിട്ട് വന്ന് ധ്യാനം കൂടണമെന്ന്. അപ്പം അങ്ങനെ കർത്താവ് അനുഗ്രഹിച്ച് ഇവിടെ വരാൻ സാധിച്ചു. ഇവിടെ വന്നപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവം എന്ന് പറയുന്നത്
ഇവിടെ പറയുന്ന വചനങ്ങളെല്ലാം, അതായത് എല്ലാം ബൈബിളിൽ അപ്പം തന്നെ നോക്കി അത് കണ്ടുപിടിക്കാനും അതപ്പം തന്നെ എഴുതിയെടുക്കാനും ആ വചനം പഠിക്കാനുള്ളൊരു വലിയൊരു ആഗ്രഹം കർത്താവ് ഈ ധ്യാനം കൂടുന്ന സമയത്ത് എനിക്ക് തരാനിടയായി. അതുപോലെ വൈഫിനും അതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു, അത് വൈഫ് പറയും. എനിക്ക് ആദ്യം തന്നെ ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വന്ന അന്ന് രാത്രിയിലത്തെ ആരാധനയുടെ സമയത്ത് നന്നായിട്ട് കുളിര് കോരുന്നൊരു ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ കാറ്റും തണുപ്പും കൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനത് അങ്ങനെ വിട്ട് കളഞ്ഞു. അതുപോലെ തന്നെ പിറ്റേ ദിവസം ഉച്ച സമയത്ത് നല്ല ചുട്ട് വെയിലത്ത് നല്ല വേർതിരിക്കുന്ന ആ സമയത്തും ഇതുപോലെ തന്നെ ആരാധനയുടെ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം പോലെ അപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ മേത്ത് ഇങ്ങനെ കുളിര് കോരുക, ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടായി. അതുപോലെ തന്നെ പിന്നീടുള്ള എല്ലാ ആരാധനയ്ക്കും സ്തുതിപ്പിനും എനിക്ക് ഈ സെയിം അനുഭവം തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം എനിക്ക് ഈ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ കിട്ടി. എൻ്റെ പേര് അനുജറൻ. ഞങ്ങൾ തൃപ്രയാറിൽ നിന്ന് വരുന്നു. അപ്പോൾ ഒരുപാട് നാളായി ഒരു ധ്യാനം കൂടണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. മക്കളെല്ലാവരും ഉള്ളതുകൊണ്ട് എവിടെ കൂടണം എന്നുള്ളത് കൺഫ്യൂഷനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദൈവം പ്രത്യേകം എൻ്റെ ഫ്രണ്ടിലൂടെ ഇടപെട്ട് ഞങ്ങൾക്ക് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ ഞങ്ങൾക്ക് ധ്യാനത്തിന് വരാൻ പറ്റി. ഇവിടെ വന്നപ്പോൾ തൊട്ട് പ്രത്യേക രീതിയിലാണ് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 2 ദിവസം രാത്രി മോന് ഉറങ്ങാറേ ഇല്ലായിരുന്നു. ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് എന്താ കാരണം എന്നറിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്ക് ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. പക്ഷെ കുമ്പസാരത്തിൻ്റെ സമയത്ത് എന്തോ ഞാൻ പാപമാണെന്ന് വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും അച്ഛൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തന്നു. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, മോന് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ മതി, നിങ്ങളെ ഒരു പരീക്ഷണമാണ്, അത് നിങ്ങൾ പതറാതെ നിൽക്കണം, നിങ്ങളെങ്ങനെയും തിരിച്ചു വിടാൻ വേണ്ടി ഇങ്ങനെ പിശാച് പരീക്ഷിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ആരാധനയ്ക്ക് ഇത് പ്രത്യേകം പ്രാർത്ഥിച്ചതിന് ശേഷം കൊച്ചിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായില്ല. അങ്ങനെ നല്ല രീതിയിൽ കുമ്പസാരിക്കാനും പ്രാർത്ഥിക്കാനും പറ്റി. ആ ആശ്രമത്തിലേക്ക്, അല്ലെങ്കിൽ അവർ പറയും, ചേച്ചി ഡിവൈൻ ധ്യാന മന്ദിരത്തിലെ രോഗികൾ, പാലിയേറ്റീവ് കെയറിലെ രോഗികളെയൊക്കെ നോക്കാൻ ഒരു ദിവസം വരട്ടെ. അപ്പം ഞാൻ ചോദിച്ചു, ഒരു ദിവസം ആകേണ്ട ഒരാഴ്ചയായിരിക്കും? അല്ല, ഒരു ദിവസം മതി, ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉടമ്പടി എടുത്തത് നടക്കണമെങ്കിൽ ഒരു ദിവസം ആഴ്ചയെ സൽപ്രവൃത്തി ചെയ്യണം, അതിന് വേണ്ടി വരിക. എന്തായാലും വേണ്ടില്ല. അങ്ങനെ ചെയ്ത ആത്മാർത്ഥമായും സത്യസന്ധമായും ചെയ്തവർ, എൻ്റെ ഇടവകയിലുള്ള ചിലരൊക്കെ എന്നെ ഉടമ്പടി എടുത്ത് സൽപ്രവൃത്തി ചെയ്യാൻ തുടങ്ങി. ഉടമ്പടി പറഞ്ഞ കാര്യമൊക്കെ നടന്നെങ്കിലും അവരിന്നും പോയി രോഗികളെ നോക്കുകയും കുളിപ്പിക്കുകയും നഖം വെട്ടുകയും വയസ്സായവരെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് നിർത്തിയിട്ടില്ല. അപ്പോൾ അവരിലെ സൽപ്രവൃത്തിയുടെ വെളിച്ചം അണഞ്ഞു പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോയ്സി. ഞങ്ങൾ അമ്പലൂർ കല്ലൂരിൽ നിന്നാണ് വരണത്. ഇതെൻ്റെ മകള് അന്ന റോസ്. ഞാൻ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നതാണ്. അവിടുന്ന് തന്നെ ഒരു കസ്റ്റമറെ കാണാൻ പോണ വഴിക്ക് ഒരു അപകടം ഉണ്ടായി. 2 മാസമാണ് ഡോക്ടർ എന്നോട് റെസ്റ്റൊക്കെ പറഞ്ഞത്. പക്ഷെ 2 മാസം കഴിഞ്ഞത് 3-ാം മാസമായിട്ടും എൻ്റെ കാലിന് നീര് കുറഞ്ഞില്ല. അതുകൊണ്ട് കുറേ നാളുകളായി ധ്യാനത്തിന് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് വരാൻ സാധിച്ചത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നടക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് ഇരിക്കണൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് കുറേ നേരം നിന്ന് പ്രാർത്ഥിക്കാനും അതിനൊക്കെ സാധിച്ചു. ഒരുപാട് നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കൃപയാൽ നിറയ്ക്കണം പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയെ വലിയ അഭിഷേക നിറവ് നൽകി നയിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് റിനി. ഞാൻ വരുന്നത് ഹൈദരാബാദിൽ നിന്നാണ്. ഇവിടെ ധ്യാനത്തിന് വേണ്ടി വന്നതാണ്. ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് പല ഹെൽത്ത് ഇഷ്യൂസും അല്ലാതെ കുറേ മനസ്സിന് സമാധാനം ഇല്ലാതുണ്ടായിരുന്നു. ഈ ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ അസുഖങ്ങൾക്ക് കുറവുണ്ട്, എനിക്ക് മനസ്സമാധാനവും ഉണ്ട്. ചിലർ ചോദിക്കും, ഇതിൽ എഴുതിയത് ശരിയാണോന്ന് എങ്ങനെ അറിയാം? പ്രിയപ്പെട്ടവർ, ഒന്ന് ചിന്തിച്ചാൽ മതി, നമുക്ക് മനസ്സിലാവും. ഈ വിശുദ്ധ ഗ്രന്ഥം ഒരാൾ എഴുതിയതല്ല,
അനേകർ ചേർന്ന് എഴുതിയത് ചേർത്ത് വെച്ചിരിക്കുന്നതാ. ഒത്തിരി പുസ്തകങ്ങളുണ്ട് ഇതിൽ, അല്ലേ? ഇതെങ്ങനെ എഴുതി? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്നവർ എഴുതിയതാണ് ഈ പുസ്തകം. പക്ഷെ ഇങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന് ജീവിച്ചിരുന്നവർ കണ്ടിട്ടും കേട്ടിട്ടുമില്ല, പരസ്പരം അറിയത്തില്ല. പല സ്ഥലങ്ങളിലും പല കാലഘട്ടത്തിലും ജീവിച്ചിരുന്നവർ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ഇതിൻ്റെ മൊത്തം കണ്ടന്റ് ഉള്ളടക്കം ഒരൊറ്റ കാര്യം. എൻ്റെ പേര് ലാലി. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഇപ്പം നേരത്തെ ധ്യാനം കൂടിയിട്ടുണ്ട്. ഇതിപ്പം വീണ്ടും ധ്യാനം കൂടണമെന്ന് തോന്നി. ഒരുപാട് ടെൻഷനും ബുദ്ധിമുട്ടുമായിട്ട് വന്നതാണ്. ഇപ്പം അതിനെല്ലാം വ്യത്യാസമുണ്ട്. മനസ്സിനൊരു സമാധാനവും ആശ്വാസമുണ്ട്. സന്തോഷമുണ്ട്.